കോസ്റ്റൽ പോലീസ് വൈകിയാ എത്തിയെന്നുള്ളൊരു ആരോപണമുണ്ട്. അത് അടിസ്ഥാനരഹിതമല്ലേ? കാരണം 8 മണിക്ക് ശേഷമാണ് സംഭവം ഉണ്ടായത്. 9:15 മണിയോടുകൂടി വിഴിഞ്ഞത്ത് നിന്ന് ഈ കടലിൽ അവിടെ നിന്ന് വേണ്ട ഇവിടെ എത്താൻ. പിന്നെ എങ്ങനെയാണ് വൈകുന്നത്? അത് വെറുതെ ചുമ്മാ എന്തെങ്കിലും ആരോപണം പറയാൻ ആർക്കും എളുപ്പമുണ്ടല്ലോ. ഇത്ര ക്വിക്കായിട്ട് കോസ്റ്റൽ പോലീസ്, കോസ്റ്റ് ഗാർഡ്, ഫിഷറീസ് മൂന്നിൻ്റെയും തെരച്ചിൽ, പിന്നെ ബോട്ട് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കപ്പലും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. ഇത് ഞാനിവിടെ വരുമ്പോൾ തന്നെ ഞാനൊരു 10 മണിയോടെ എത്തി. 10 മണിക്ക് എത്തിയപ്പോൾ തന്നെ ഇത് 3 തെരച്ചിൽ നടത്തുകയാണ്. സംഭവം ഉണ്ടായത് 8 മണിക്കാണ്. അതിന് ഞാൻ അന്വേഷിച്ചപ്പോൾ അതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ ഇവരെല്ലാം തെരച്ചിൽ നടത്താണ്ട് എത്തിക്കഴിഞ്ഞു. വിഴിഞ്ഞത്തൊന്നും ഇവിടെ എത്താനുള്ള സമയത്തിനപ്പുറത്തേക്ക് ഒട്ടും തന്നെ കൂടുതലെടുത്തിട്ടില്ല. വെറുതെ എന്തെങ്കിലും കുറ്റം പറയാനുള്ള ചിലരുടെ ഒരു ആഗ്രഹമാണ്. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം തന്നെ പറയാൻ എല്ലാവരും ഉണ്ടല്ലോ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, ഫിഷറീസ്, പോലീസ്, പിന്നെ ജില്ലാ ഭരണകൂടം, കോസ്റ്റ് ഗാർഡ്, കോസ്റ്റൽ പോലീസ് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പം മണി ഇത്രയായി. ഇപ്പം അങ്ങനെ നോക്കുമ്പോൾ എന്നുള്ളതിനകത്ത് എന്താ അടിസ്ഥാനം ഇരിക്കുന്നത്? അതുമാത്രമല്ല, ഇത് ഉൾക്കടലിൽ ചില തീരത്താണ് ഉണ്ടായിരിക്കുന്നത്. മത്സ്യബന്ധനത്തിന് പോയതല്ല. അവരിവിടെ നിന്ന് ഒരു വള്ളം വിഴിഞ്ഞത്ത് ആങ്കർ ചെയ്യാൻ വേണ്ടി, നാളെ അവിടെ നിന്ന് ഞായറാഴ്ച വൈകുന്നേരം മത്സ്യബന്ധനത്തിന് പോകാൻ വേണ്ടി അവിടെ ആങ്കർ ചെയ്യാൻ പോകാറുണ്ട്. ഇന്നും മത്സ്യബന്ധനത്തിന് പോകില്ല. ആ ഞായറാഴ്ച ഈ ഭാഗത്തുള്ള ഒരു ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാറില്ല. അങ്ങനെ ആങ്കർ ചെയ്യാൻ വേണ്ടി ഒരു 100 മീറ്റർ പോലും അപ്പുറത്ത് പോയിട്ടില്ല. അപ്പുറത്ത് പോയപ്പോഴത്തേക്കാണ് തിരയിൽ അടിച്ചാണ് വള്ളം മറിഞ്ഞത്. വള്ളം മറിഞ്ഞാണ് 2 പേരും നീന്തി കരയിലേക്ക് വരാൻ ശ്രമിച്ചത്. അതിലൊരാളാണ് പിന്നെ കാണാതായിരിക്കുന്നത്. മറ്റേ ആൾ നീന്തി രക്ഷപ്പെടുകയും ചെയ്തു. ഇത് ഇന്ന് വലിയ ശക്തമായ മഴയില്ല, പക്ഷേ കടൽ പിന്നെ രൂക്ഷമാണ്. കടൽ തീരത്ത് ഇപ്പോൾ കാണാമല്ലോ, സാധാരണയുള്ളതിനേക്കാളും തിരമാല ശക്തമാണ് ഇന്ന്. അതായിരിക്കാം കാരണം. എന്തായാലും ഊർജിതമായി തന്നെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 വിഭാഗം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും കാണാമല്ലോ. 3 വിഭാഗം തെരച്ചിൽ നടത്തുക. മത്സ്യത്തൊഴിലാളിക്ക് ഇറങ്ങി ഇപ്പോൾ തെരച്ചിൽ നടത്താൻ കഴിയുന്നൊരു സാഹചര്യം ഇപ്പോഴില്ല. കാരണം ഒന്നാമത് കല്ല്, രണ്ടാമത് കടൽ സ്വല്പം രൂക്ഷമാണ്. അപ്പോൾ ഇപ്പോൾ മത്സ്യത്തൊഴിലാളി ഇറങ്ങി തെരച്ചിൽ നടത്താൻ ശ്രമിച്ചാൽ അത് കൂടുതൽ പിന്നെ അവർക്ക് തന്നെ അവർക്ക് കൂടുതൽ ത്രട്ടുണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളി ഇറങ്ങാത്തത്.